വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു പഴുത്ത മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ്. ഈ മാങ്ങയുടെ ഒക്കെ സീസൺ ആകുമ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് മാങ്ങാക്കറി ഉണ്ടാക്കുന്നത്. ഇപ്പം ഒരു മാങ്ങയുടെ സീസൺ ആണല്ലോ. പിന്നെ ഈ ഊറി കഴിക്കുന്ന മാങ്ങയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഈ തൊലിയൊക്കെ ചെത്തുന്ന വലിയ മാങ്ങ പഴുത്തതൊന്നും എടുത്ത് കറി ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാകാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഊറി കഴിക്കുന്ന മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റി ഒന്ന് കഴുകിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ജ്യൂസ് അതിൻ്റെ അകത്തുനിന്ന് അല്പം വെള്ളമോടെ ചേർത്തൊന്ന് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ജ്യൂസ് കിട്ടും നമുക്ക്. അതിനുശേഷം ഈ മാങ്ങയിലേക്ക് 5-6 പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്തൊന്ന് ഇളക്കി സ്റ്റൗവിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജ്യൂസ് കുറച്ചുകൂടെ ഇറങ്ങും. ജ്യൂസ് നല്ലതുപോലെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ ഈ ഒരു കറി ഒരു വെള്ളം പോലെ ഇരിക്കും. ജ്യൂസ് കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കൺസിസ്റ്റൻസി ആയിരിക്കും. പിന്നീട് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒരു പച്ചത്തേങ്ങയാണ്. പച്ചത്തേങ്ങ എപ്പോഴും നമ്മൾ ഈ തേങ്ങ അരച്ച കറികളിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഈ തീയൽ പോലെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഉണക്കത്തേങ്ങ എടുക്കാറുള്ളത്. ഗൈസ്, ഈ മാങ്ങാക്കറി എന്ന് പറഞ്ഞത് നല്ലൊരു ടേസ്റ്റാണ്. എനിക്കറിയത്തില്ല, ഇത് ഒരു വല്ലാത്തൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. പക്ഷേ എൻ്റെ ചേട്ടന് ഒട്ടും ഇഷ്ടമില്ലാത്ത കറിയാണ്. പക്ഷെ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ മധുരമുള്ള കറികൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ മധുരമുള്ള കറി, പൈനാപ്പിൾ പച്ചടി, അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന കറിയാണ്. പഴുത്ത മാങ്ങയാണ് അതിൻ്റെ കണ്ടന്റ്. എന്നാലും പഴുത്ത മാങ്ങയുടെ കൂടെ എരിയും പിന്നെ തേങ്ങാപ്പാലും ഒക്കെ ചേർന്നുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി, അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് അതിൻ്റെ വീഡിയോ എടുക്കാം. പിന്നെ ഈ പഴുത്ത മാങ്ങയൊക്കെ വർഷത്തിലൊരിക്കലല്ലേ കിട്ടത്തുള്ളൂ. അപ്പം ഇന്നിനി വീഡിയോ എടുത്തില്ലെങ്കിൽ, ഇനി എടുക്കാൻ പറ്റിയില്ലെങ്കിലും, നമ്മൾ ഈ തേങ്ങ അരച്ച് വെക്കുന്ന കറിയൊക്കെ അല്ല നമ്മൾ പച്ചത്തേങ്ങ എടുക്കുന്നത്. പിന്നെ അരി അരയ്ക്കാനൊക്കെ പച്ചത്തേങ്ങ. തീയലൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് എണ്ണ കുറച്ച് ഇറങ്ങണം. ഈ നമ്മൾ വറുത്തരച്ച് കറിയാണ്. അപ്പം എണ്ണ ഇറങ്ങേണ്ടത് കൊണ്ട് നമ്മൾ ഉണക്കത്തേങ്ങ എടുക്കും. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ ജീരകവും 7-8 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും തേങ്ങാപ്പീരയുടെ ഒന്ന് അരച്ച് വെള്ളമൊക്കെ ചേർത്തൊന്ന് അരച്ച് ഈ മാങ്ങയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ എപ്പോഴും ഈ തേങ്ങാപ്പീര നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൗ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം പച്ചക്കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പുളിക്ക് വേണ്ടി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരല്പം തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർക്കുന്നതിന് മുന്നായിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം അരിഞ്ഞത്. പിന്നീട് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തൊന്ന് ഇളക്കി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് ഒരല്പം മുളക് പൊടിയും ഉലുവാപ്പൊടിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്തിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതെടുത്ത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക്, കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണിത്. ഈ മാങ്ങാ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മധുരമുള്ള കറികൾ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇതൊരു ഇഷ്ടപ്പെടുന്ന കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.